നമസ്കാരം. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അത് റോഡ് വഴി ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? പ്രശസ്ത യാത്രികനായിട്ടുള്ള ബൈജു നായർ പറയുന്നത് കേൾക്കുക. അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഭൂട്ടാനിലേക്ക് പോകുന്ന ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് തന്നെ ഭൂട്ടാൻ എവിടെയാണെന്ന് മാപ്പ് നോക്കി കണ്ടുപിടിക്കുന്ന ഒരു കാലമാണ്. അല്ലാതെ നമ്മൾ കടലാസിലെ മാപ്പ് അല്ലാതെ ഗൂഗിൾ മാപ്പൊന്നുമില്ല. അങ്ങനെയാണ് നമ്മളെ യാത്ര ആരംഭിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ പിന്നെ ബോസ്നിയ, ക്രൊയേഷ്യ, മോണ്ടിനീഗ്രോ ഇങ്ങനെ ഏത് രാജ്യത്ത് പോയാലും ഒരു 3-4 രാജ്യങ്ങൾ ഒരുമിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും. അതിനുശേഷം ഞാൻ പിന്നെ ഒരിക്കൽ തായ്ലൻഡിൽ നിന്ന് വാഹനം ഓടിച്ച് മലേഷ്യ വഴി സിംഗപ്പൂർ എത്തി. സിംഗപ്പൂരിൽ നിന്ന് ബത്താമെന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ഐലൻഡിലേക്ക് ഫെറിയിൽ വാഹനം എത്തിച്ചു. അതിനുശേഷം തായ്ലൻഡിൽ നിന്നും ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം വാഹനം ഓടിച്ചു. അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ രസകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബോർഡേഴ്സ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് അവിടെ എപ്പോഴും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ബോർഡർ ക്രോസ് ചെയ്തില്ലെങ്കിൽ മറ്റെല്ലാവരെയും പറഞ്ഞു വിട്ടാലും നമ്മളിത് പിടിച്ചു നിർത്തും. വെറുതെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആ ടെൻഷൻ ഒരു രസമുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇത്രയും യാത്ര ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മൾ എന്തായാലും കടത്തി വിടുന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ പോലും ആ ചോദ്യങ്ങളൊക്കെ ഒരു രസമുള്ള ചോദ്യങ്ങളാണ്. അതൊക്കെ കേട്ട് ക്രോസ് ചെയ്യുക. അതിനുശേഷം ഓരോ രാജ്യങ്ങളും കടക്കുമ്പോൾ ഇപ്പം അത് പ്രത്യേകിച്ച് ഇപ്പം ഭൂട്ടാനിലേക്ക് കടക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും. നമ്മൾ ജയ്ഗാവ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സിറ്റിയിൽ നിന്നും ഫുൻഷലിംഗ് എന്ന് പറയുന്ന ഭൂട്ടാനിലെ അടുത്ത സിറ്റിയിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു മതിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, അമേരിക്കയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് കയറുന്ന പോലെയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു അമേരിക്കയിൽ നിന്ന് ബോംബെയിലേക്ക് കയറുന്ന പോലെയാണ് എന്ന് പറയും. അത്രയധികം വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ജപ്പാനിൽ പോകുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു ഫെറി എടുത്ത് കൊറിയയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള യാത്രകൾ. അപ്പം ഈ ഒരു യാത്രകൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമ്മൾ ലണ്ടനിലേക്ക് ഉള്ള റോഡ് യാത്രയിൽ 27 രാജ്യങ്ങൾ കാറിൽ തന്നെ ക്രോസ് ചെയ്ത് പോയത്. അങ്ങനെ അടുത്ത കാലത്താണ് ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു 100 രാജ്യങ്ങളധികം ഞാൻ അങ്ങനെയാണല്ലോ ക്രോസ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ സമയമെടുത്ത് യാത്ര ചെയ്തത് സിംബാബ്വേയിൽ നിന്ന് സാംബിയ വഴി സൗത്ത് ആഫ്രിക്കയിൽ ഒരു ബസ്സിന്റെ മുന്നിലിരുന്നുകൊണ്ട്. ബസ്സിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞാൽ ബസ്സിന്റെ കിളിയുടെ സീറ്റിലിരുന്നാണ് ഞാൻ യാത്ര ചെയ്തത്. 24 മണിക്കൂർ എടുത്തു യാത്രയ്ക്ക്. പക്ഷേ ഈ 3 രാജ്യങ്ങൾ അക്രോസ് ഓടിയാണ് ഞാൻ ജോഹന്നാസ്ബർഗിൽ എത്തുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത ഡ്രൈവർ പറഞ്ഞു, എൻ്റെ സ്വന്തം കിളി പോലും 24 മണിക്കൂർ ഈ സീറ്റ് ഇരുന്നിട്ടില്ല. എൻ്റെ ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റാണ്. പക്ഷേ ഞാൻ ഏറ്റവും അധികം ആസ്വദിച്ചൊരു യാത്രയാണ്. കാരണം ആഫ്രിക്ക എന്ന് വെച്ചാൽ സിംബാബ്വെ, സാംബിയ തുടങ്ങിയ കുറച്ച് എന്താ പറയുക പ്രിമിറ്റീവ് രാജ്യങ്ങളിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റവും പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റവും അതുപോലെ അവിടുത്തെ മൊത്തത്തിൽ ആ ഒരു വളരെ സമ്പന്നമായ രാജ്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങും. ഇങ്ങനെ വളരെ രസമാണ് ഇത്തരത്തിലുള്ള യാത്ര.